ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഒന്നും ഇടാനായിട്ട് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. കാരണം ഓണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, അതൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. നാട്ടിൽ ചെന്നിട്ട് പിന്നെ അവിടേക്കൊക്കെ യാത്രയും പിന്നെ ഇവിടെ വന്നിട്ടും ഇവിടെയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടി റെഡിയായതിന് ശേഷം ഒരാഴ്ച നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത്തിരി പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആയി. പിന്നെ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ മൊബൈലിൽ. അപ്പോൾ ഇവരോടൊക്കെ എൻ്റെ വീഡിയോ, ഈ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ അയച്ചിടാൻ പറഞ്ഞിട്ട് കിട്ടിയതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ നമ്മൾ തലേൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്ലിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ആ ഒരു കായൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഓണത്തിന് തലേദിവസം പോയി പൂവൊക്കെ വാങ്ങിക്കാൻ പോയി. പൂവിനൊക്കെ നല്ല വിലയാണ്, ഭയങ്കര വിലയായിരുന്നു. നമ്മൾ കൊടുങ്ങല്ലൂർ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാനും അതുപോലെ പൂവ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയത്. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെ മക്കളെ, അതായത് എൻ്റെ മോനെയും ചേട്ടൻ്റെ മോനെയും കൂടി എണിപ്പിച്ച് കുളിപ്പിച്ച് അവരെ കൊണ്ട് ഇതിനുള്ള ഇവിടെ ഒരു ചെറിയ പൂജ സംഭവങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനെയല്ല കേട്ടോ ഇവിടെ ചെയ്യാറ്. ശരിക്കും ഇപ്രാവശ്യം ഞങ്ങൾ പൂക്കളിടാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ കാർ ഷെഡിൽ നിന്ന് മാറ്റി താഴെ ഒരു കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പൂത്തറയൊക്കെ ഉണ്ടാക്കി മറ്റേ തൃക്കാക്കരപ്പുരയൊക്കെ വെച്ചേക്കുന്നത്. പൂത്തറ ഉണ്ടാക്കാറില്ല, അങ്ങനെ ഒരു ഇതിലാണ് ഇപ്രാവശ്യം വെച്ചത്. പിന്നെ അങ്ങനെ മക്കളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം അവരെ കുളിപ്പിച്ചില്ല, ഓൾറെഡി കുളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാൻ നിൽക്കുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ചേട്ടൻ്റെ മോനും എൻ്റെ മോനും കൂടി മുത്തച്ഛയുടെ കൂടെ അമ്പലത്തിൽ പോയി വന്നു. അതിന് ശേഷം പൂക്കൾ റെഡിയാക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പൂക്കളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കുറേ നേരം എടുത്തു. ഞാൻ അടുക്കളയിൽ പോയി ചെറുതായിട്ടൊന്ന് സഹായിച്ചു. പിന്നെ അമ്മയും ഷിഞ്ചും കൂടി എല്ലാം ചെയ്തു. അവർ പറഞ്ഞു നീ പൂക്കളം ഇടാനുള്ള സംഭവം നോക്കിയാൽ മതിയെന്ന്. പിന്നെ പൂക്കളം അതിൻ്റെ ഡിസൈനൊക്കെ അച്ഛനാണ് കേട്ടോ വരച്ചത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അരിയിലും പിടിക്കലും ഇടലും കളർ കോമ്പിനേഷനൊക്കെ നോക്കലും ഒക്കെ ആയിട്ട് ഒരു 2 മണിയൊക്കെ ആയി പൂക്കളിട്ട് കഴിഞ്ഞപ്പോൾ. 2:30 ആയി ഞങ്ങൾ ഊണ് കഴിച്ചപ്പോൾ. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഊണൊക്കെ കഴിച്ച് ഫോട്ടോകൾ എടുക്കലും അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞത് എല്ലാവരും പോവാണ് കേട്ടോ. നമ്മൾ സദ്യക്ക് അങ്ങനെ മേമോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേമ 2 വിഭവമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു തറവാട്ടിൽ, ബീനമേമ. പിന്നെ വീട്ടിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി. പായസം 3 കൂട്ടം, പാലടയും പരിപ്പ് പായസവും. ഇത് രണ്ടും പുറത്തുനിന്ന് ഏൽപ്പിച്ച്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ അടുത്ത് നമ്പ്യാന്മാരുടെ വീട്ടിൽ പാലട ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഏൽപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിപ്പും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഏൽപ്പിച്ചു. പിന്നെ സേമിയ പായസം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഒക്കെയായി എല്ലാവരും പോവാണ് കേട്ടോ, ഓരോരുത്തരായിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞാനും അച്ഛനും കൂടി കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് പോയി. അവർ കുറച്ച് ദിവസമായി പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ എരവത്തൂർ അവിടെ പോയിട്ട് പാർക്കിലൊക്കെ പോയി. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ കാണാൻ. എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും സൗണ്ടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായ സ്ഥലം. എൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേട്ടൻ്റെ മോൻ ഇടയ്ക്ക് പോകാറുണ്ട്, അവനൊക്കെ കൊണ്ട് അച്ഛൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എൻ്റെ മക്കൾക്കും പാർക്കിൽ പോകണം എന്നുള്ള വാശിയായിരുന്നു. അന്ന് രാവിലെ തുടങ്ങി, ഓണത്തിൻ്റെ അന്ന് അത് രാവിലെ പോകാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോൾ അവരെ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞല്ലോ, കുറേ വീഡിയോസൊന്നുമില്ല, കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടി തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നെക്സ്റ്റ് ഡേ ആണ് പോയത്. സാധാരണ അന്ന് തന്നെ പോകാറുണ്ട്, ഇന്നിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് പോയത്. അവിടുത്തെ വീഡിയോസൊന്നും ഇല്ല, അതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.